നാടിന്റെ കലാകായിക സാംസ്കാരിക ഭൂമിയിൽ 5 പതിറ്റാണ്ടായി ജ്വലിച്ചു നിൽക്കുന്ന വലിയപറമ്പ് ഇടയിലേക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് കേസുള്ളത് അതിർത്തി തർക്കത്തിന്റെ പേരിലാണെന്ന് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമാൻഡർ ശൗര്യചക്ര PV മനീഷ് പറഞ്ഞു. ആ കുടുംബത്തിലെ എല്ലാവരും ഒരേ സ്കൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരേ രീതിയിലെ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് വ്യത്യസ്തമായി, ഇന്ന് നമ്മളെല്ലാവരും ടോട്ടലി ചേഞ്ചായി. അത് ചേഞ്ചായതിൻ്റെ കാരണം ഇന്ന് നമ്മളൊക്കെ ന്യൂക്ലിയർ ഫാമിലി അണുകുടുംബത്തിലേക്ക് വന്നു. അണുകുടുംബത്തിൽ വന്നപ്പോൾ ഞങ്ങൾ സ്വാർത്ഥത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. സ്വാർത്ഥത, ഞാനും എൻ്റേതും എന്ന ഒരു സ്വാർത്ഥതയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത്തരം ആറ്റിറ്റ്യൂഡുകളും ഇത്തരം വ്യത്യാസങ്ങളും ഇത്തരം വ്യതിയാനങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കുടുംബത്തിൽ 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളുടെ ഗ്രേഡിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഓരോ ജോലിക്ക് അനുസരിച്ചിട്ടായിരിക്കും ഓരോ വീടുകൾ ഉണ്ടാവുക. ആ വീടുകളിൽ തന്നെ മതിൽക്കെട്ടുകൾ ഉണ്ടായി. അണുകുടുംബങ്ങളായി സമൂഹം മാറിയപ്പോൾ സഹോദരങ്ങൾക്കെതിരെ പോലും തിരിയാൻ പലരും തയ്യാറായി എന്നത് ഖേദകരമാണ്. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ സമൂഹ നന്മയ്ക്കും രാജ്യത്തിനും നാം എന്ത് സംഭാവന ചെയ്തു എന്ന ആത്മപരിശോധന നടത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ MK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് അംഗം K അജിത, ക്ലബ് പ്രസിഡന്റ് M രാജേഷ്, KJ സൈമൺ, K ജയചന്ദ്രൻ, ബിന്ദു സൈമൺ എന്നിവർ സംസാരിച്ചു. വനിതാവേദി പ്രവർത്തകർ തിരുവാതിരക്കളി അവതരിപ്പിച്ചു. തുടർന്ന് സ്വരാജ് ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ കലാസന്ധ്യയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.